ലഹരിയുടെ മഹാവിപത്തിനെതിരെ യുവജനങ്ങൾ രംഗത്തിറങ്ങണമെന്നും പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കണമെന്നും ജനശ്രീ സംസ്ഥാന ചെയർമാൻ എം ഹസൻ പറഞ്ഞു. ജനശ്രീ കോഴിക്കോട് ജില്ലാ മിഷൻ സംഘടിപ്പിച്ച ലഹരിയില്ലാത്ത പുലരി രണ്ടാം ഘട്ട ക്യാമ്പയിൻ കീഴൽ ചെക്കോട്ടി ബസാറിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജനശ്രീയുടെ ഈ ബാനറിലേക്ക് നോക്കിയാൽ ഗാന്ധിജി നയിക്കുന്ന ദണ്ഡിയാത്രയാണ് നമ്മുടെ ചിഹ്നം. ഗാന്ധിയൻ ആദർശങ്ങളാണ് നമ്മെ നയിക്കുന്നത്. സ്വാശ്രയത്വം, ഗാന്ധിജി അതാണ് രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ നമ്മെ പഠിപ്പിച്ചത്. ഇത് സ്വാശ്രയ സംഘങ്ങൾ ഉണ്ടാക്കുന്നത് എല്ലാ കാര്യത്തിലും സ്വാശ്രയത്വം ഉണ്ടാവണം. കുടുംബങ്ങളുടെ ക്ഷേമത്തിലൂടെ മാത്രമേ ഒരു ക്ഷേമ രാഷ്ട്രം കെട്ടിപ്പടുക്കാനാവൂ എന്ന് തിരിച്ചറിഞ്ഞ മഹാനായ ഗാന്ധിജിയുടെ ആദർശങ്ങളാണ് നമ്മൾ പിന്തുടരുന്നത്. ഞാൻ ഈ ലഹരിയില്ലാത്ത പലരും ഇങ്ങനെ ഒരു പരിപാടി നടത്താൻ എന്താണ് കാരണം? ഇന്ന് കേരളം ലഹരിയുടെ പറുദീസയാണ്. നമ്മുടെ യുവതലമുറ തകർന്നുകൊണ്ടിരിക്കുകയാണ്, മരിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളം ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി സ്ഥാനത്ത് പോയപ്പോൾ അന്ന് ലഹരിയിൽ നിന്ന്, മദ്യത്തിൽ നിന്ന് കേരളത്തെ രക്ഷിക്കാൻ അദ്ദേഹം ശ്രമം നടത്തുന്നത്. അതാണ് ആ ഗവൺമെന്റ് തന്നെ തകരാൻ കാരണം. ഇന്നിപ്പോ നാടുനീളെ മദ്യഷാപ്പുകളാണ്, ബാറുകൾ. ജനശ്രീ ജില്ലാ ചെയർമാൻ എൻ സുബ്രഹ്മണ്യൻ അധ്യക്ഷത വഹിച്ചു. ആരോഗ്യത്തോടെ നടക്കുന്ന ആളുകളെ നാളെ ക്യാൻസർ ബാധിച്ചു എന്ന് കേൾക്കുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു ഞെട്ടൽ, അത് വലിയ തോതിൽ നമ്മളെ ഇന്ന് ഭയപ്പെടുത്തി. കോഴിക്കോട് ജില്ലയിൽ 1000 ലഹരി വിരുദ്ധ ഗൃഹസദസ്സുകൾ സംഘടിപ്പിക്കുമെന്ന് ജില്ലാ ചെയർമാൻ അറിയിച്ചു. ഭാരത് സേവക് സമാജ് സംസ്ഥാന അവാർഡ് ജേതാവ് KP അമ്മുക്കുട്ടി, ഗ്രന്ഥകാരനും ഗാന്ധിയനുമായ T ഗംഗാധരൻ നെല്ലൂർ എന്നിവരെ ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിച്ചു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ദുൽകിഫിൽ, ബിജു കാവിൽ, സെയ്ദ് കുറുന്തോടി, KP ജീവാനന്ദ്, K സജീവൻ, KP സജിത്ത്, അച്യുതൻ പുതിയടത്ത്, കാവിൽ രാധാകൃഷ്ണൻ, അഷ്റഫ് കോറോത്ത്, CP ബിജു പ്രസാദ്, MK നാണു എന്നിവർ സംസാരിച്ചു. അത് കുടുംബ സദസ്സുകളിലേക്ക്, കുടുംബ വീടുകളിലേക്ക്, കുടുംബ അങ്കണങ്ങളിലേക്ക് എന്ന ഒരു മുദ്രാവാക്യം ഒരുപക്ഷെ നമ്മൾ വലിയ നാളുകൾക്ക് മുമ്പ് തന്നെ ഉയർത്തിപ്പിടിച്ച മുദ്രാവാക്യം. ജില്ലാ ജനശ്രീ മിഷന്റെ നേതൃത്വത്തിൽ ഈ കോഴിക്കോട് ജില്ലക്കകത്ത് 1000 ലഹരി വിരുദ്ധ ഗൃഹസദസ്സുകൾ സംഘടിപ്പിക്കുക എന്ന വലിയ ഉത്തരവാദിത്തത്തോടുകൂടി മുന്നോട്ട് പോകുന്നു. റീജു ആവള അവതരിപ്പിച്ച നാടൻ പാട്ടും സബർമതി തിയേറ്റർ വില്ലേജ് അവതരിപ്പിച്ച കോഴിക്കോടൻ ഹൽവ എന്ന നാടകവും അരങ്ങേറി.